നിയമസഭയിൽ ഇന്ന് മറ്റൊരു വിഷയത്തിലും ബഹളമുണ്ടായി. നേരത്തെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തിരുന്നു. ഇതിനെയും രക്ഷാപ്രവർത്തനം എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യമാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ ഇന്ന് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ഇത് പഴയ വിഷയമാണ് എന്നാണ് സ്പീക്കർ നിലപാടെടുത്തത്. അതുമാത്രമല്ല, കോടതിയുടെ പരിഗണനയിലാണ് വിഷയം എന്നും സ്പീക്കർ പറഞ്ഞു. നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ചില്ല. പഴയ സംഭവമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരേണ്ട എന്നും സ്പീക്കർ നിർദ്ദേശം നൽകി. അന്വേഷണം ഇല്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് പോലും ഇവർ ഹാജരാകാത്തത് എന്നും പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. വി ഡി സതീശനാണ് ഈ വിഷയം ഉന്നയിച്ചത്. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിലേക്ക്. 2 പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ് ഇവർക്ക് കൊടുത്തിട്ടും പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ്. അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിന്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസെന്റ് ഒക്കറൻസ് അല്ല, സമീപകാലത്ത് നടന്ന സംഭവം അല്ലെന്നാണ്. ഈ സംഭവം ഇപ്പോഴും നിൽക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ 1-ാം പ്രതിയായി കേസെടുക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമ നടപടി, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമസഭയിൽ ഇന്ന് CAG സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പറ്റിയുള്ള റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സർക്കാർ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും CAG തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള റിപ്പോർട്ടാണ്. ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ ഇക്കാര്യത്തിൽ കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ബജറ്റിന് വെളിയിലുള്ള കടമെടുപ്പ് അത് ശരിയല്ല എന്നുമാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ധനസൂചകങ്ങൾ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന് തെളിയിക്കുന്നതാണെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയത്ത് CAG കാണേണ്ട കാര്യങ്ങൾ കണ്ടിട്ടില്ല എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുണുണ്ട് നിയമസഭയിൽ. അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് CAG പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന ധനമന്ത്രി ചർച്ച നടത്താൻ പോകുന്നത്. ഇതേ ദിവസം തന്നെ CAG കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ലേ പറയുന്നത്? CAGയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ദീർഘനാൾ തർക്കത്തിന്റെ ബാക്കി പത്രമായി തന്നെ ഇതിനെ കാണണം. ഈ പ്രധാനമായും ഇതിൽ വിമർശനങ്ങളുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുത്തിട്ടില്ല എന്ന വിമർശനമാണ്. സാമ്പത്തിക ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ട്, അത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നില്ല എന്നതാണ് പ്രധാനമായും. ധനകമ്മി GST അനുപാതം കൂടിയെന്ന് GSTP അനുപാതം കൂടിയെന്ന് ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. മൊത്തം കടത്തിന്റെ GSTPയുമായുള്ള ശതമാനത്തിലും വർധനയുണ്ട്. നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനമുണ്ട്. 2017-18 55.96% നികുതി വരുമാനം 21-22 50.2% കുറഞ്ഞു. കോവിഡ് കാലത്തെ ശോചനീയമായ നികുതി വരുമാനത്തിന് കാരണമെന്ന് CAG നിരീക്ഷിക്കുന്നു. കിഫ്ബിയിലെ സർക്കാർ വാദത്തെ CAG തള്ളിക്കളയുന്നു. സ്വന്തം വരുമാനം മാറ്റിയാണ് സർക്കാർ കിഫ്ബി ബാധ്യതകൾ തീർക്കുന്നത്. ഇത് ശരിയായ പ്രവണതയല്ല. കിഫ്ബിയുടെ കടമെടുപ്പ് ഔട്ട് ഓഫ് ബജറ്റ് കടമെടുപ്പ് എന്ന സർക്കാർ വാദമാണ് വീണ്ടും CAG തള്ളുന്നത്. എന്നാൽ ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങൾ വെള്ളം ചേർത്തു എന്ന ആരോപണവും CAG റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തലും CAG നടത്തും. എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന വാദമാണ് ഇതിന് നിരീക്ഷണത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിയമസഭ തന്നെ തീരുമാനിച്ച, നിയമസഭ തന്നെ കണ്ടെത്തിയ കാര്യത്തിനപ്പോൾ കടമെടുപ്പിൽ നിയമസഭ നിരാകരിച്ച നിരീക്ഷണങ്ങൾ ഈ ഓഡിറ്റിലും 2022 ഓഡിറ്റ് റിപ്പോർട്ടിലും CAG ആവർത്തിക്കുന്നുവെന്ന് ധനമന്ത്രി പറയുന്നു. കിഫ്ബിയുടെ കടമെടുക്കൽ സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ല, അത് ആകസ്മിക ബാധ്യത മാത്രമാണെന്ന നേരത്തെയുള്ള നിരീക്ഷണം, നേരത്തെയുള്ള വിലയിരുത്തൽ സർക്കാർ ഇതിലും ആവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കടവും അധിക ബാധ്യതയായി CAG ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെയും സർക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പെൻഷൻ ലിമിറ്റഡ് കടമെടുക്കുന്ന തുക വർഷാവർഷം
തിരിച്ചടയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് അത്തരം കടമെടുപ്പ് തുടരുന്നതിൽ തെറ്റില്ല. കേന്ദ്രം സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുമ്പോൾ സംസ്ഥാനത്ത് മറ്റു വഴികളില്ലാതെയാണ് അത്തരം ഒരു കടമെടുപ്പിലേക്ക് പോകുന്നത്. വർഷാവർഷം തിരിച്ചടയ്ക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടെന്ന വാദമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് ദാരിദ്ര്യം 1%, അത് ദേശീയ സൂചികകളേക്കാൾ വളരെ മുകളിലാണ്. അതിലേക്ക് എത്തിച്ചേരാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞത് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഇക്കാര്യങ്ങളൊന്നും CAG കാണാതെ പോകുന്നു എന്നും ധനമന്ത്രിയുടെ നിരീക്ഷണത്തിൽ അദ്ദേഹം ശരിയാണ് അരുൺ. എന്തായാലും അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ CAGയും സർക്കാരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ നേരത്തെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ CAG റിപ്പോർട്ടിലൂടെ ഇതാണ് വെളിവാകുന്നത്. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. CAG കാണേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് ധനമന്ത്രി പറയുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ വൈകിട്ട് ധനമന്ത്രി KN ബാലഗോപാലും ഉദ്യോഗസ്ഥരും കേന്ദ്രവുമായി ചർച്ച നടത്താൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ചർച്ച. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MG മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ പോയി ഉദ്യോഗസ്ഥരെ കൂട്ടി ചർച്ച നടത്തുന്നത് കേന്ദ്രം പണം നൽകുന്നില്ല, ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്? ഇപ്പോൾ CAG റിപ്പോർട്ട് വന്നത് സ്വാഭാവികമായും സർക്കാരിനൊരു തിരിച്ചടിയാണ്. എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ തന്നെയല്ലേ തീരുമാനം? മനുഷ്യ തീർച്ചയായും വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുക. ചർച്ച നടത്തി സമവായത്തിലൂടെ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് കൂടി കളമൊരുങ്ങുകയും ചെയ്തത്. സംഘത്തിൽ ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി RK അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ RK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് മറ്റംഗങ്ങൾ. കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ നമ്മൾ കണ്ടതാണ് ഡൽഹിയിലടക്കം മുഖ്യമന്ത്രിയും MPമാരും MLAമാരും അവിടെ പ്രതിഷേധം നടത്തുന്നത്. പിന്നീടാണ് ധനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിലൂടെ കൂടി പോകണം, സുപ്രീം കോടതിയെ സമീപിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഇത് CPM-ഉം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടുകൂടിയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി ഈ ഒരു വിഷയം പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ്. അതായത് ആദ്യം കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക, ഒരു സമവായ ചർച്ച നടത്തുക, അതിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ അറിയിക്കുക എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. തിങ്കളാഴ്ചയാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരുന്നത്. ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഇത് സംബന്ധിച്ച്, അതായത് PF അടയ്ക്കാൻ പോലും വലിയ രീതിയിൽ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിലൊരു ഇടപെടൽ വേണമെന്നൊരു നിർദ്ദേശം കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മുന്നോട്ട് വെച്ചു. ഇക്കാര്യം ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കളം ഒരുങ്ങുന്നത്. ഇന്ന് വൈകിട്ടാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന ധനമന്ത്രി ചർച്ച നടത്താൻ പോകുന്നത്. തിങ്കളാഴ്ച